ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, സുന്നത്ത് നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് ളുഹാ നിസ്കാരം. നേരത്തെ തഹജ്ജുദിനെ പറ്റി നമ്മൾ പറഞ്ഞു. കഴിയുന്നവരൊക്കെ എല്ലാവരും എൻ്റെ വോയിസ് കേൾക്കുന്ന എൻ്റെ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്ന, അതിനുശേഷവും തുടരാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് ളുഹാ നിസ്കരിക്കുക എന്നത്. മനുഷ്യൻ നാം അല്ലാഹു നമ്മൾക്ക് ജീവിതം നൽകി, നമ്മുടെ അവയവങ്ങൾ നൽകി, കെണുപ്പുകൾ നൽകി, ഓരോ അവയവവും ഉപയോഗിക്കാനുള്ള കഴിവ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സദഖ. നിങ്ങൾക്ക് ഓരോ അവയവങ്ങൾക്കും കെണുപ്പുകൾ നൽകിയിട്ടുണ്ട്. വിരലുകൾക്ക് തന്നെ വളക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അതുപോലെയുള്ള മുട്ട്, അതുപോലെ കൈയിൻ്റെ, കാലിന്, ഇങ്ങനെ ഓരോ വളക്കാനും തിരിക്കാനും പറ്റുന്ന നിലക്കുള്ള കെണുപ്പുകൾ നൽകിയത് എന്തിനാണ്? ഈ കെണുപ്പുകൾ ഏതെങ്കിലും ഒന്ന് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓരോ കെണുപ്പിനും സ്വതക്ക ചെയ്യൽ നമ്മുടെ കടമയാണ്. ഓരോ കെണുപ്പിനും നന്ദി ചെയ്യൽ നമ്മുടെ കടമയാണ്. ഓരോ കെണുപ്പിനും സ്വതക്ക ചെയ്യണം. ഓരോ ദിവസവും സ്വതക്ക ചെയ്യണം. വകുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക. ഒരു തസ്ബീഹ് ചൊല്ലിയാൽ ആ കെണുപ്പിന് വേണ്ടി അള്ളാഹുവിന് നാം ചെയ്തു കൊടുക്കേണ്ട ഒരു സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക. ദാനം ചെയ്യണം. നമുക്ക് അള്ളാഹു ഈ കെണുപ്പ് നൽകിയ സന്തോഷത്തിന് നന്ദിയായിട്ട് അള്ളാഹുവിന് നമ്മൾ ദാനം ചെയ്യണം. എന്നാൽ ഓരോ തസ്ബീഹും സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ് ചൊല്ലല്, അൽഹംദുലില്ലാഹ് സ്വതക്കയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വതക്കയാണ്, ഓരോ തക്ബീറും സ്വതക്കയാണ്. ഒരാളോട് ഒരു നന്മ കൽപ്പിക്കുക എന്നത്, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക എന്നത് സ്വതക്കയാണ്. വനഹിയുൻ അനിൽ മുൻകരി സ്വതക്ക. വിരോധം, തിന്മയെ വിരോധിക്കുക എന്നത്, തിന്മ ചെയ്യുന്നത് കണ്ടാൽ അത് ചെയ്യരുത് മോന എന്ന് പറഞ്ഞു കൊടുക്കൽ സ്വതക്കയാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കൽ സ്വതക്കയാണ്. ഇങ്ങനെ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും, നമുക്ക് നൽകിയ ആരോഗ്യവും, നമുക്ക് നൽകിയ അവയവങ്ങളുടെ കെണുപ്പുകൾക്കും നാം നന്ദി ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നന്ദിയാണ് എന്ന് പറഞ്ഞിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ളുഹാ. ഈ സ്വതക്കകൾ ധാരാളം ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരമായി നിൽക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹാ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുക എന്നത്. ഈ അനുഗ്രഹങ്ങൾ, ഈ കെണുപ്പുകൾ, ഈ ആരോഗ്യങ്ങൾ, ഈ അവയവങ്ങൾക്കുള്ള കെണുപ്പുകൾക്ക് നാം ദിക്റും തസ്ബീഹും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനൊക്കെ പര്യാപ്തമാകുന്ന ഒന്നാണ്, അതിനൊക്കെ പകരം നിൽക്കുന്ന ഒന്നാണ് 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക എന്നത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി ബിസലാസ്. മുത്തുനബി തങ്ങൾ, എന്റെ കൂട്ടുകാരനായ മുത്തുനബി തങ്ങൾ എന്നോട് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്തു 3 കാര്യങ്ങൾ. ലാ അദഅഹുന്ന ഹത്താ മൂത്ത്. ഞാൻ അവ 3 കാര്യവും മരിക്കുന്നത് വരെ ഉപേക്ഷിക്കരുത് എന്നായിരുന്നു. ഒന്ന്, സൗമു 3 അയ്യാമിൻ മിൻ കുല്ലി ശഹർ. എല്ലാ മാസവും ഒരു 3 നോമ്പ് അനുഷ്ഠിക്കണമെന്ന്. ഓരോ മാസവും ഒരു 3 നോമ്പ്. അതുപോലെ വസലാത്തു അൽളുഹാ, ളുഹാ നിസ്കരിക്കണമെന്ന്. വനൗമുൻ അലാ വിത്ർ, വിത്ർ നിസ്കരിക്കണമെന്ന്. ളുഹാ നിസ്കരിക്കുക, മാസത്തിൽ 3 നോമ്പ് അനുഷ്ഠിക്കുക, ളുഹാ നിസ്കരിക്കുക. ഈ 3 കാര്യം ഒരിക്കലും മരണം വരെ ഉപേക്ഷിക്കാതെ നീ പാലിക്കണമെന്ന് എന്റെ മുത്തുനബി എന്നോട് വസിയ്യത്ത് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു,
ഇബ്ന ആദം ഇർകഅലി മിൻ അവ്വലി നഹാരി 4 റക്അഹ് അഖുഫുക ആഖിറ. ഓ മനുഷ്യ, 4 റക്അത്ത് നീ പകലിന്റെ ആദ്യത്തിൽ നിസ്കരിച്ചാൽ, ദുഹാ നിസ്കരിച്ചാൽ, നിനക്ക് പകലിന്റെ അവസാനം നിനക്ക് എല്ലാ സംരക്ഷണവും ഞാൻ നൽകുന്നതാണ്. അതുപോലെ ലാ യുഹാഫിദു അലാ സ്വലാത്തിൽ ദുഹാ ഇല്ല അവ്വാബ് വഹിയ സലാത്തുൽ അവ്വാബീൻ. നബി തങ്ങൾ പറഞ്ഞത് കാണാം, ദുഹാ നിസ്കാരം സൂക്ഷിക്കുകയില്ല അള്ളാഹുലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിനോട് പ്രേമമുള്ള, അള്ളാഹുലേക്ക് മടങ്ങുന്നവനല്ലാതെ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഭയഭക്തിയുള്ളവരല്ലാതെ അത് സൂക്ഷിക്കുകയില്ല. വഹിയ സലാത്തുൽ അവ്വാബീൻ, അള്ളാഹുലേക്ക് മടങ്ങുന്ന അവ്വാബി നിസ്കാരം എന്നും ദുഹാക്ക് പേരുണ്ട്. മടങ്ങുന്നവരുടെ നിസ്കാരമാണ്, അള്ളാഹുലേക്ക് മടങ്ങുന്നവരുടെ നിസ്കാരമാണത്. അതുപോലെ മൻ സല്ലൽ ഗദാത ഫി ജമാഅ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. നബി തങ്ങൾ പറയുകയാണ്, എന്നിട്ട് സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റോ ഖുർആനൊക്കെ ഓതിക്കൊണ്ടിരുന്നാൽ, സുമ്മ സ്വല്ലാ റക്അത്തൈൻ, പിന്നെ ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ, കാനത് ലഹു കഅജ്രി ഹജ്ജ വ ഉംറ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, അവൻക്കൊരു ഹജ്ജും ഉംറയും നിർവഹിച്ച, പൂർണ്ണമായ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം അവൻക്ക് ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് അത് വലിയ മഹത്വമുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി നാം പതിവാക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.